ഹരിതകർമ്മസേനയ്ക്ക് കളഞ്ഞു കിട്ടിയ മോതിരം നഗരസഭയിൽ നിന്ന് മോഷണം പോയ കേസിൽ CPM വനിതാ നേതാവായ കായംകുളം നഗരസഭ മുൻ ചെയർപേഴ്സണെതിരെ കേസെടുത്തത് 2 ആഴ്ച കഴിഞ്ഞിട്ടും തുടർ നടപടിയില്ല. CPM കായംകുളം മുൻ ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷന്റെ ഭാര്യ ശശികലയ്ക്കെതിരെയാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്. CPM സമ്മർദ്ദമാണ് പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകാത്തതിന് കാരണമെന്നാണ് ആക്ഷേപം. കായംകുളം നഗരസഭയിൽ ഹരിതകർമ്മസേന ഏൽപ്പിച്ച സ്വർണ്ണമോതിരം കാണാതായ സംഭവത്തിലാണ് നഗരസഭ മുൻ അധ്യക്ഷ P. ശശികലയെ 1-ാം പ്രതിയാക്കി കായംകുളം പോലീസ് കേസെടുത്തത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ജൂനിയർ ഹെൽത്ത് സൂപ്രണ്ടിനെയും ജനറൽ സൂപ്രണ്ടിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഹരിതകർമ്മസേനാ അംഗം രാജികയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ നഗരസഭാ അധ്യക്ഷ P. ശശികലയെ 1-ാം പ്രതിയാക്കി അപഹരണ കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 316(2) പ്രകാരം 5 വർഷം വരെ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. എന്നാൽ FIR ഇട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കിട്ടിയ ഈ മോതിരം അവരതെടുക്കാതെ ഉത്തരവാദിത്വത്തോടുകൂടി നഗരസഭയുടെ ചെയർപേഴ്സണെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഈ സാധനം ഏൽപ്പിച്ചു. ഏതാണ്ട് 12 ഗ്രാമുള്ള സ്വർണ്ണ മോതിരം. അത് നഗരസഭാ ചെയർപേഴ്സണും പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ LDFിലെയും UDFിലെയും ചില നേതാക്കളടക്കമുള്ള ബാംഗ്ലൂർ ടൂറിൻ്റെ ഭാഗമായി ഇത് വിറ്റ് ഈ പൈസ കൂടി ചെലവഴിച്ചു, അടിച്ചു പൊളിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിയാണോ എന്നറിയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച കായംകുളം DYSPക്ക് പല പരാതികൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമരങ്ങളുടെ വേലിയേറ്റമുണ്ടാകും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് പോലീസ് FIR ഇട്ടു. എങ്കിലും തുടർ നടപടി ഈ ചെയർപേഴ്സണെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയോ അടക്കമുള്ള തുടർ നടപടികൾ ഇന്നുവരെ ഏതാണ്ട് 2 ആഴ്ച പിന്നിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. 11.3 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരമാണ് ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യ ശേഖരണത്തിനിടെ കിട്ടിയത്. മോതിരം 2023 ഡിസംബർ 22-നാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭയിലെത്തി അന്ന് ചെയർപേഴ്സണായിരുന്ന ശശികലയെ ഏൽപ്പിച്ചത്. സംഭവത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തകയുടെ പരാതിയിലാണ് കായംകുളം പോലീസ് ശശികലയെ പ്രതിയാക്കി കേസെടുത്തത്. ജനം, ആലപ്പുഴ.